ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി എറണാകുളത്ത് പോയിട്ട് ഹംഗ്രി മൃണാളിൻ്റെ ഒരു വ്ളോഗായിരുന്നു ചെയ്യാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ചു. ഉദ്ദേശിച്ച പോലെ ഒന്നും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്ന് ബിരിയാണി കഴിച്ചാൽ അതിലങ്ങ് ഇരുന്ന് പോയി. ഉദ്ദേശിച്ചത് അത്രയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം കുറച്ചൊക്കെ ഒരു ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം ജസ്റ്റ്. ഓക്കെ. ഹംഗ്രി മൃണാളിലാണ് ഇവിടുത്തെ വന്നിട്ട് ഇപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അടിപൊളി സ്ഥലം. സൂപ്പർ. കാഴ്ചകളെല്ലാം കണ്ടിരുന്നു. അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസ് എല്ലാം. മൈക്കൊന്നുമില്ല, ഉച്ചത്തിൽ സംസാരിക്കാൻ കിട്ടത്തില്ല. അപ്പം ഗൈസ്, ഇത്രയൊക്കെ ഉള്ളായിരുന്നെങ്കിൽ ഒരു ചെറിയ വീഡിയോ. അറിയാം, അത്രയ്ക്ക് ഒരു ഒത്തു വന്നിട്ടില്ല വീഡിയോ. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ പോയിരുന്ന വീഡിയോ എടുക്കാനാണെന്ന് അവിടെ പോയിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് മറന്ന ബിരിയാണിയിലെങ്കിൽ ലയിച്ചു പോയി. അത്രയ്ക്ക് അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പം വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഹംഗ്രി മൃണാൾ അടിപൊളി റെസ്റ്റോറൻറ്റ്. ഞാനിപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ വേറെ അടുപ്പിലാണ് ബിരിയാണിയൊക്കെ വെക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഏതായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ആണ്. കൊച്ചി എടപ്പള്ളിയിലുണ്ട്, തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ, വടക്കേക്കോട്ട അവിടെ ഉണ്ട്. 2 ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഉള്ളത്. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. മൃണാൾ ചേട്ടൻ ബിരിയാണി സൂപ്പറായിരുന്നു. മൃണാൾ ചേട്ടൻ്റെ ഒരു ഫോളോവറാണ്. ഞാൻ പണ്ട് തൊട്ടേ കാണുന്ന വ്ളോഗറാണ്. മൃണാൾ ചേട്ടൻ ഈ വീഡിയോ ഒന്നും കാണത്തില്ലായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ബിരിയാണി കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്, ഹൈജീൻ എല്ലാം നല്ല ഓക്കെയാണ്. അവിടെ എവിടെയും ചെറിയായിട്ട് കുറച്ച് ഈച്ചയൊക്കെ കണ്ടെന്നേ ഉള്ളൂ, ബാക്കി കുഴപ്പമൊന്നുമില്ല. എല്ലാം ലൈം ജ്യൂസ്, ലൈം സോഡ ആണെങ്കിലും എല്ലാം ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. ഹൈജീൻ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. AC എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനൊരു വ്ളോഗ് ഇടണമെന്ന് തോന്നി. ഞാൻ പണ്ട് തൊട്ടേ ഇത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ തൊട്ടേ ആലോചിക്കുന്നതാണ് ഹംഗ്രി മൃണാളിൻ്റെ ഒരു വീഡിയോ എടുക്കാം. റൈസ് ഓപ്പേഴ്സ് തുടങ്ങിയ കാലത്ത് തൊട്ടേ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എറണാകുളത്ത് പോയി നിന്ന് റൈസ് ഓപ്പേഴ്സ് അന്ന് ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ സ്ഥലം തിരുവല്ല. ഇവിടെ ഓർഡർ ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി നിന്ന് ഹോട്ടൽ റൂം എടുത്ത് നിന്നിട്ട് റൈസ് ഓപ്പേഴ്സിയുടെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. അവരുടെ പുതിയ ബിരിയാണി അന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ റൂം എടുത്ത് അവിടെ നിന്നിട്ട് കഴിച്ചിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പം അത്ര അടിപൊളി ബിരിയാണിയാണ് അവരുടെ, ഒന്നും പറയാനില്ല. ബാക്കി ഐറ്റംസ് ഇനി ട്രൈ ചെയ്യണം. പൊറോട്ടയും അത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും. പിന്നെ സമയമുണ്ടല്ലോ, ഇപ്പം ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അതൊന്നും കാണത്തില്ല. ഡിഷസൊക്കെ കുറച്ചു. പിന്നെ എപ്പോഴും പോകാം. ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഞാൻ പിന്നെ ചെയ്യാം. അവരിനിയും റെസ്റ്റോറൻറ്റ്സൊക്കെ ബാക്കി ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ആക്കട്ടെ. അന്നേരത്തേന് നമുക്ക് നല്ലൊരു വ്ളോഗ് തന്നെ ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു ഫൺ വ്ളോഗായിട്ട് കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതാണ്. യൂട്യൂബിൽ സ്ഥിരം പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ കൺസിസ്റ്റൻസി തീരെ ഇല്ല, അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോഴും വീഡിയോ ഒക്കെ ഇടാം. സ്ഥിരമാക്കണം എന്നുണ്ട്, പ്ലാനുണ്ട്. നോക്കട്ടെ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.